2K കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ സൊസൈറ്റിയിലായിക്കോട്ടെ, പബ്ലിക്കിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഭയങ്കര ഒരു അവഗണിക്കുന്ന ഒരു പ്രവണത നന്നായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞ 2K കിഡ്സിൽ പെട്ട ചില ആൾക്കാർ തന്നെയാണ്. കാരണം സ്വന്തം സഹപാഠിനെ കൊലപ്പെടുത്തുക, പാരന്റ്സിനെ ഉപദ്രവിക്കുക, അതേപോലെ തന്നെ ഡ്രഗ്സിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആകുക, അതിന് കാരണം അവരൊക്കെ തന്നെയാണ്. പക്ഷെ അതേ 2K കിഡ്സിൽ പെട്ട കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു 2 സുഹൃത്തുക്കളെ ചെറിയൊരു സ്റ്റോറി ഒരു മദ്രസ അധ്യാപകൻ പറഞ്ഞ സംഗതി ഞാൻ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് തീരുമാനിക്കണം 2K കിഡ്സ് മൊത്തം ഒരു വിഭാഗത്തിലാണോ പെടുന്നത്. പതിവില്ലാതെ 2 സുഹൃത്തുക്കള് പള്ളിന്റെ ഖബർസ്ഥാനിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഉസ്താദെ, ഒരു 2-3 ദിവസം മുന്നേ ഒരാൾ മരണപ്പെട്ടിരുന്നു ഞങ്ങളുടെ നാട്ടില്, ഒരു വല്യപ്പയാണ്. ഞങ്ങൾ അയാളെ ഖബറിലേക്ക് വന്നതാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഞങ്ങൾക്ക് ആ മരണാനന്തര ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഉസ്താദ് അപ്പൊ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്താണ്, നിങ്ങൾ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ആരുമല്ല. പക്ഷെ എന്താണെന്നറിയോ ഉസ്താദെ, ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ്. കാരണം എന്താ വെച്ചാല് ആ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അസുഖങ്ങൾ കൊണ്ടായിക്കോട്ടെ, വേറെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ, കുടുംബങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മകനോ ആരോ ഉണ്ട്, പക്ഷെ അയാളും മാനസികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ ഉള്ളതാണ്. ഈ പറഞ്ഞ മകന്റെ കയ്യിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ഉപ്പാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല അനുഭവം ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ ഉപ്പാന്റെ ഖബറിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക. വേറെ ആരും ആ ഉപ്പാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കൊരു തോന്നല്. അപ്പൊ ഒരു അടുത്ത വെള്ളിയാഴ്ചക്കൊന്നും നിന്നില്ല. ഈ ഒരു സംഗതി മനസ്സിൽ ഇങ്ങനെ കടന്നിട്ട് കളിച്ചപ്പോ തന്നെ നേരെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത് എന്താ അറിയോ, കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരെയും ഒരേ ഒരു തുലാസിലിട്ട് അളക്കരുത്, ഇല്ലെങ്കിൽ എല്ലാവരും ആ ഒരു വിഭാഗത്തിൽ ആക്കരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ്. സോ 2K കിഡ്സിലും നല്ല പിള്ളേരുണ്ട് എന്നുള്ളതിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്തു. താങ്ക് യു.